ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2008 റിലീസായ ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മൂന്നാമത്തെ ചിത്രമാണ് ഇതെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഈ ചിത്രം ഹൾക്ക് ഫാൻസിന് തീർച്ചയായിട്ടും ഒരു ദൃശ്യവിരുന്നായിരുന്നു. ഹൾക്കിനെ വളരെയധികം പവർഫുൾ ആയിട്ടും കണ്ടാൽ തന്നെ പേടി തോന്നുന്നതുമായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. എൻ്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. വിർജീനിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലാബ്, അവിടെ തണ്ടർബോൾട്ട് റോസ് എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാമ റേഡിയേഷൻസും സൂപ്പർ സോൾജർ സെറവും ഉപയോഗിച്ച് വളരെയധികം ആരോഗ്യവാന്മാരും ശക്തിശാലികളുമായ സൈനികരെ വാർത്തെടുക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ആ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് പരീക്ഷിച്ചത് അവിടെ ലാബിലുണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ബ്രൂസ് ബാനറിന്റെ ശരീരത്തിലായിരുന്നു. ഭാഗ്യക്കേടിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലംസ് വന്ന് ബ്രൂസ് ബാനറിന്റെ ശരീരം വികസിക്കാൻ തുടങ്ങി. അവൻ ഹൾക്കായി മാറി. ഹൾക്ക് ആരാണ് എന്താണെന്നൊക്കെ 2003 റിലീസായിട്ടുള്ള ദ ഹൾക്ക് എന്ന് പറയുന്ന ചിത്രത്തിൽ പറയുന്നുണ്ട്. ആ ചിത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഹൾക്കിനെ പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടും. അങ്ങനെ ആ ലാബിൽ വെച്ച് ബ്രൂസ് ബാനർ ഹൾക്കായി മാറുകയും ആ ലാബിലുണ്ടായിരുന്ന എല്ലാവരെയും എല്ലാ സാധനങ്ങളെയും അടിച്ച് തൂഫാനാക്കിയിട്ട് ഈ തണ്ടർബോൾട്ട് റോസിനെയും അയാളുടെ മകളായിട്ടുള്ള എലിസബത്ത് റോസിനെയും പരിക്കേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ചാടി മറയുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ബ്രസീലിലുള്ള ഒരു ഗ്രാമം. അവിടെ ബ്രൂസ് ആരും കാണാതെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ സമാധാനത്തോടെ താമസിച്ചിരുന്ന ബ്രൂസ് എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അയാളുടെ ഉള്ളിലുള്ള ആ ഹൾക്കിൻ്റെ പവർ ഉണ്ടല്ലോ, ദേഷ്യം വന്നാൽ ഹൾക്കായി മാറി എല്ലാം നശിപ്പിക്കുന്ന ആ പവർ, അത് അയാളുടെ ഉള്ളിൽ നിന്ന് കളയാനാണ് ബ്രൂസ് ശ്രമിച്ചിരുന്നത്. മാത്രമല്ല, ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കാനും ബ്രൂസ് ശ്രദ്ധിച്ചു. കാരണം എങ്ങാനും ദേഷ്യപ്പെട്ട് അയാളുടെ ഹാർട്ട് റേറ്റ് കൂടുകയാണെങ്കിൽ അയാൾ ഹൾക്കായി മാറും. പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ബ്രൂസിന് പോലും അറിയില്ല. ബ്രൂസ് കയ്യിലൊരു വാച്ച് എപ്പോഴും ധരിച്ചിട്ടാണ് നടക്കാറ്. ആ വാച്ചിൽ എപ്പോഴും അയാളുടെ ഹാർട്ട് റേറ്റ് കാണിക്കും. അത് 200-ന് മുകളിലാവുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവൻ ഹൾക്കായി മാറുമെന്ന് ഉറപ്പാണ്. ബ്രൂസ് അവിടെ അടുത്തുള്ള ഒരു യോഗ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ, യോഗ, പലതരം ആസനങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ. അവൻ അടുത്തുള്ള ഒരു സോഡ ഫാക്ടറിയിലാണ് ഒരു തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൈ അറിയാതെ മുറിയുന്നു. ആ കയ്യിൽ നിന്ന് ഒരു തുള്ളി രക്തം ഇങ്ങനെ ഊർന്നു നിലത്തേക്ക് വീഴുന്നു. ആ രക്തം നേരെ പോയി വീഴുന്നത് ഒരു സോഡ കുപ്പിയിലാണ്. ഈ രക്തം എവിടെയാണ് ചെന്ന് വീണതെന്ന് ബ്രൂസ് ശ്രദ്ധിച്ചില്ല. ബ്രൂസിന്റെ ചോര വീണ സോഡ കുപ്പി അടക്കമുള്ള സോഡ കുപ്പികളൊക്കെ കൂടി USA കയറ്റി അയക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ബ്രസീലിലുള്ള ഏതോ ഒരാളോട് ബ്രൂസ് ഒരു ഡീൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നും കഞ്ചാവും ഒന്നുമല്ല, ഒരു പൂവാണ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, ഏതോ ഒരു ഫ്ലവർ. എന്നിട്ട് അതിന് പകരമായിട്ട് കുറെ പൈസയും ബ്രൂസ് അയാൾക്ക് കൊടുക്കുന്നു. ബ്രൂസ് ഈ പൂവ് കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ പൂവ് വെച്ച് ഒരുപാട് ടെസ്റ്റുകൾ നടത്തുകയാണ്. ബ്രൂസ് അവൻ്റെ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് അതിൽ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന ഒരാളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിസ്റ്റർ ബ്ലൂ എവിടെയാണുള്ളതെന്നോ ആരാണെന്നോ ഒന്നും ബ്രൂസിന് അറിയില്ല. പക്ഷേ മിസ്റ്റർ ബ്ലൂ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് മാത്രം അവനറിയാം. അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രൂസിൻ്റെ പ്രശ്നം, അതായത് ഈ ഹൾക്കായി മാറുന്ന പ്രശ്നത്തിനെ ദൂരീകരിക്കാനുള്ള വഴികളാണ് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിസ്റ്റർ ബ്ലൂ പറഞ്ഞതനുസരിച്ചാണ് ഈ പൂ കൊണ്ടുവന്ന് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് മിസ്റ്റർ ബ്ലൂവിനോട് ബ്രൂസ് പറയുന്നു. മിസ്റ്റർ ബ്ലൂവിനും ബ്രൂസിനും സന്തോഷമാവുന്നു. കാരണം നമ്മളുടെ കുറെ നാളായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസാനം വന്നിരിക്കുകയാണ്. നീ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ടെസ്റ്റൊക്കെ ആ പൂ വെച്ച് ചെയ്തു നോക്ക്. ബ്രൂസ് ഉടനെ പോയി സമയം വേസ്റ്റ് ആക്കാതെ ആ പൂ അരച്ച് അതിൽ നിന്നൊരു സെറം എടുക്കുന്നു. എന്നിട്ട് തൻ്റെ ബ്ലഡിലേക്ക് ആ സെറം കൊടുത്തു നോക്കുന്നു. മൈക്രോസ്കോപ്പ് വെച്ച് എന്താണ് നടക്കുന്നതെന്ന് നോക്കിയപ്പോൾ സാധാരണ രീതിയിൽ ഹൾക്കിൻ്റെ പോലെയായി മാറാറുള്ള രക്തം ഈ വട്ടം ചുവപ്പ് നിറത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. യെസ്, നമ്മൾ ജയിച്ചിരിക്കുന്നു, നമ്മൾ ഹൾക്കിനെ അകറ്റാനുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും വീണ്ടും പച്ചയായി മാറുന്നു. ഇതൊന്നും നടക്കാൻ പോകില്ല എന്ന് ബ്രൂസിന് മനസ്സിലായി. അവൻ വീണ്ടും വിഷമത്തിലായി. എത്ര നാൾ ട്രൈ ചെയ്തിട്ടാണ് ഈ പൂവ് കിട്ടിയത്, എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ ഹൾക്കായി മാറുമെന്നാണ് പറയുന്നത്. ഈ കാര്യം മിസ്റ്റർ ബ്ലൂവിനോട് പറഞ്ഞപ്പോൾ മിസ്റ്റർ ബ്ലൂ പറഞ്ഞു, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അങ്ങനെയല്ല പറഞ്ഞത്. മിസ്റ്റർ ബ്ലൂ പറയുന്നു, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം, നീ സമാധാനപ്പെട്, സമയം ഇനിയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം വളരെ സമാധാനത്തോടെ വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ നീ വീണ്ടും ഹൾക്കാവും. പിന്നെ എന്താണ് നടക്കുക എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ദിവസം ഫാക്ടറിയിൽ ബ്രൂസിനോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെയുള്ള കുറച്ച് തെണ്ടികൾ, അതായത് ആ ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യുന്ന കുറച്ച് തെണ്ടികൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ബ്രൂസ് ആദ്യമൊക്കെ കൺട്രോൾ ചെയ്ത് അവിടേക്ക് പോകാതിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയെ അവർ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് കണ്ടപ്പോൾ ബ്രൂസിന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രൂസ് നേരെ അവിടേക്ക് പോയിട്ട് എന്താ ചേട്ടാ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുന്നു. ആ തെണ്ടികൾക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ ഏതാണ് അതൊക്കെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കാൻ വന്നു. ആ സമയത്താണ് മാനേജർ അങ്ങോട്ട് വന്നത്. മാനേജർ അവരുടെ ഇടയിൽ കയറി ഇടപെടുന്നു. നീയൊക്കെ എന്തിനാണ് കാണിക്കണേ, പണിയെടുക്കാണ്ട് പോയി പണിയെടുക്കടാ ഇല്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് പറയുന്നു. ഇത് ആ തെണ്ടികൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന്മാര് ബ്രൂസിനെ നോക്കി പറയുന്നു, നിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കിട്ടും, അന്നേ ഞങ്ങൾ നിന്നെ എടുത്തോളാട്ടാ എന്ന് പറഞ്ഞിട്ട് അവന്മാര് പോകുന്നു. സീൻ ചേഞ്ച് ആവുന്നു. USA-യിലുള്ള ഒരു ശാന്തമായിട്ടുള്ള വീട്. അവിടെ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാള് അയാളുടെ ഫ്രിഡ്ജ് തുറന്ന് ഒരു സോഡ കുപ്പി എടുത്ത് വായിലേക്ക് വെച്ച് കുടിക്കുകയാണ്. നല്ല രസം. പക്ഷെ പെട്ടെന്ന് അയാൾ കിളി പോയ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സോഡ കുപ്പി താഴെ വീണ് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നഗരത്തിലുള്ള ഒരാൾ സോഡ കുടിച്ച് കിളി പോയ കാര്യം വിർജീനിയ യൂണിവേഴ്സിറ്റിയിലുള്ള തണ്ടർബോൾട്ട് റോസിന്റെ ചെവിയിലെത്തുന്നു. സോഡ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോൾ തണ്ടർബോൾട്ട് റോസിന് ഒരു കാര്യം മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ഇത് ബ്രൂസ് ആണ്. അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സോഡ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് കണ്ടുപിടിക്കലായിരുന്നു. ഇത് ബ്രസീലിലുള്ള ഒരു സോഡ ഫാക്ടറിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുന്നതെന്ന് തണ്ടർബോൾട്ട് റോസിന് മനസ്സിലാവുന്നു. പിന്നെ തണ്ടർബോൾട്ട് റോസ് ഒന്നും നോക്കിയില്ല, നേരെ പുതിയ സൈനികരുടെ ഒരു ടീം ഉണ്ടാക്കുന്നു. ആ ടീമിന്റെ ലീഡർ എന്ന് പറയുന്നത് നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാളുടെ പേര് എമിൽ ബ്ലോൺസ്കി എന്നായിരുന്നു. ബ്രൂസിനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എമിൽ ബ്ലോൺസ്കിയും ടീമിനെയും ബ്രസീലിലേക്ക് അയക്കുന്നു. എമിൽ ബ്ലോൺസ്കിയും ടീമും ബ്രസീലിൽ ചെന്നിറങ്ങിയ ഉടനെ അയാൾ അന്വേഷണം തുടങ്ങി. ബ്രൂസ് ബാനർ ആരാണ്, എന്താണ്, എവിടെ വർക്ക് ചെയ്യുന്നു, എത്ര രൂപ കിട്ടുന്നു, എവിടെ താമസിക്കുന്നു, ഏത് ജെട്ടി, അതൊന്നും കണ്ടുപിടിച്ചില്ല. അയാൾ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും അടിമുടി കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു രാത്രി പ്ലാൻ ചെയ്ത് എമിൽ ബ്ലോൺസ്കിയും ടീമും കൂടി ബ്രൂസ് ബാനർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ സെർച്ചിങ് തുടങ്ങുന്നു. ഈ കാര്യം ബ്രൂസ് എങ്ങനെയോ അറിയുന്നു. ബ്രൂസിന് മനസ്സിലായി അവരെന്നെ പിടിച്ച പണി പാടുമെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് ജനൽ വഴി ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. ബ്രൂസ് ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് എമിൽ ബ്ലോൺസ്കിയുടെ കണ്ണിപ്പെടുന്നു. എമിൽ ബ്ലോൺസ്കി ഉടനെ അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നു. കൂടെ തന്നെ ടീമും പോകുന്നു. രണ്ടുപേരും കൂടി ഒരുപാട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടി പല സ്ഥലത്ത് കൂടെ ചാടി മറിഞ്ഞ് അവസാനം എമിൽ ബ്ലോൺസ്കിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ബ്രൂസ് എവിടേക്ക് കയറുന്നതെന്ന് വെച്ചാൽ താൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലേക്കാണ്. ആ ഫാക്ടറിയിൽ ചെന്നപ്പോൾ പാവം ബ്രൂസിന്റെ കഷ്ടകാലത്തിന് അവിടെ നിന്നിരുന്നത് നേരത്തെ ഫാക്ടറിയിൽ വെച്ച് ഇടിയുണ്ടാക്കാൻ നോക്കിയ ആ തെണ്ടികളില്ലേ, അവരായിരുന്നു. കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായെന്ന് ബ്രൂസിന് മനസ്സിലായി. ആ തെണ്ടികളാണെങ്കിൽ ബ്രൂസിനെ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കി നിൽക്കുകയായിരുന്നു. അവന്മാർ അവരുടെ നേരത്തെയുള്ള ചൊറിച്ചിൽ ആ നേരത്തെ തീർക്കാൻ തുടങ്ങി. ബ്രൂസിന്റെ ബാഗ് പിടിച്ചു വാങ്ങുക, പൈസ പിടിച്ചു വാങ്ങുക, എന്നിട്ട് ബാഗിന്റെ ഉള്ളിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് എറിയുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തപ്പോഴും ബ്രൂസ് അനങ്ങാതെ നിന്നേ ഉള്ളൂ. ബ്രൂസ് പറഞ്ഞു, അയ്യോ പ്ലീസ് എന്നെ വെറുതെ വിട്, ഞാനൊരു അവസ്ഥയിലാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ബ്രൂസ് പറഞ്ഞെങ്കിലും ഇതൊന്നും അവർ കേട്ടില്ല. അവസാനം അവരിലൊരാൾ ബ്രൂസിനെ കയറി ഇടിക്കുകയാണ്. ഒരിടി കൊണ്ട് ബ്രൂസിന്റെ ഹാർട്ട് റേറ്റ് കൂടിയില്ല, 2 ഇടി ഇടിച്ചു, പിന്നെ ചവിട്ടി. പിന്നെ ബ്രൂസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹാർട്ട് റേറ്റ് കൂടി, പൾസ് 200 കൂടുതലായി, അത് വാച്ചിൽ കാണിച്ചു. പിന്നത്തെ സീനുകൾ എന്ന് പറയുന്നത് അതിമാരകമായിരുന്നു. ആ തെണ്ടികളുടെ ഇടികൊണ്ട് നിന്നിരുന്ന ബ്രൂസിനെ അവർ ഇരുട്ടിലേക്ക് ചവിട്ടിയിടുന്നു. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് ബ്രൂസ് കണ്ണ് തുറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ മുഖത്ത് ദേഷ്യം ഉണ്ടായിരുന്നു, കണ്ണിൽ പച്ച നിറവും. അപ്പോൾ ആ കൂട്ടത്തിലെ മെയിൻ തെണ്ടി വിചാരിച്ചു, ദൈവമേ ചെക്കൻ ചത്തതാ, പണിയാവുമല്ലോ എന്ന് വിചാരിച്ച് ഇരുട്ടിലേക്ക് ചെന്ന് അവൻ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. പക്ഷെ ഒരു അലർച്ച മാത്രമേ കേട്ടുള്ളൂ. പോയവന്റെ ചെരുപ്പൂരി നിലത്ത് വീഴുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതോ ഒരു വലിയ കൈ വന്ന് അവൻ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയി. അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങി. മെയിൻ തെണ്ടിയുടെ കൂടെ വന്ന തെണ്ടികൾ പേടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്ന് മെയിൻ തെണ്ടി തെറിച്ച് പുറത്തേക്ക് വന്ന ഒരു ചില്ലൊക്കെ പൊട്ടിച്ച് അപ്പുറത്ത് പോയി വീഴുന്നത്. ഈ സമയത്ത് എമിൽ ബ്ലോൺസ്കിയും ടീമും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ബൈനോക്കുലർ വെച്ച് എന്താ നടക്കുന്നതെന്ന് നോക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള എന്തോ ഒരു സാധനം, ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രാക്ഷസ രൂപമാണ് ആ ഇരുട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, ഹൾക്കായിരുന്നു. ബ്രൂസ് ബാനർ ഹൾക്കായി മാറിക്കഴിഞ്ഞു. പക്ഷേ ബ്ലോൺസ്കിക്ക് മനസ്സിലായില്ല ഇത് ബ്രൂസ് ബാനർ തന്നെയാണെന്ന്. ഈ ബ്രൂസ് ഇതെവിടെ പോയി എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും ഹൾക്ക് പുറത്തേക്ക് വന്നു. പിന്നെ അവിടെ നിന്നിരുന്ന ഓരോ തെണ്ടികളെയും എണ്ണിയാണ് കൊടുത്തത്. എല്ലാവരും പിടിച്ച് അടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. എന്തായാലും ഇവര് സൈനികരാണല്ലോ, അപ്പൊ നഗരത്തിന് ഭീഷണിയാവുന്ന ഒരു രാക്ഷസനെ തടയണ്ടേ. അപ്പോൾ എമിൽ ബ്ലോൺസ്കി തന്റെ ടീമിന് നിർദ്ദേശം കൊടുക്കുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാക്ഷസനെ തടയണം, ബ്രൂസിനെ പിന്നെ പിടിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഇപ്പൊ ഇവന്റെ മേത്തേക്ക് പ്രയോഗിക്കുക. അവർ കയ്യിലുള്ള തോക്കും ഗ്രനേഡും എല്ലാം ഉപയോഗിച്ച് ഹൾക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഹൾക്കിന്റെ ശരീരത്തിലാണെങ്കിൽ ഇതൊന്നും ഏൽക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഹൾക്ക് ആ ഫാക്ടറി മൊത്തം അടിച്ച് തകർക്കാൻ തുടങ്ങി. സാധനങ്ങൾ എടുത്ത് സൈനികരെ എറിയുന്നു, സൈനികരെടുത്ത് സാധനങ്ങളിലേക്ക് എറിയുന്നു. അങ്ങനെ മൊത്തത്തിൽ ചമ്മന്തിയാക്കി കളഞ്ഞു. എമിൽ ബ്ലോൺസ്കി മുകളിലൊരു സ്ഥലത്ത് നിന്നിട്ട് എന്തൊക്കെയാ ദൈവമീ നടക്കണമെന്ന് വെച്ച് നിൽക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എമിൽ ബ്ലോൺസ്കി മാത്രം ബാക്കിയായി. അവനൊരു വെടി ഹൾക്കിന്റെ മേത്തേക്ക് വെച്ചു. ഹൾക്ക് തിരിഞ്ഞ അവനൊരു ഒറ്റ നോട്ടം. ആ നോട്ടം കൊണ്ട് തന്നെ എമിൽ ബ്ലോൺസ്കി വിറച്ചു പോയി. ഹൾക്ക് ഒരു കൂറ്റൻ ടാങ്ക് എടുത്ത് അവന്റെ നേരെ ഒറ്റ ഏറ്. എമിൽ ബ്ലോൺസ്കി ചാടി രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പപ്പടമായി പോയനെ. ഹൾക്ക് അവിടെ നിന്ന് ചാടി മറിഞ്ഞു. എമിൽ ബ്ലോൺസ്കി 2 ദിവസത്തേക്ക്
ദിവസത്തേക്ക് പനി പിടിച്ച് കിടക്കായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അവന്റെ ഞെട്ടൽ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. എമിൽ ബ്ലോൺസ്കി അടുത്ത ദിവസം തന്നെ തന്റെ മേലധികാരിയായിട്ടുള്ള, അതായത് തന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ട തണ്ടർബോൾട്ട് റോസിനെ ചെന്ന് കാണുകയാണ്. തണ്ടർബോൾട്ട് റോസിന്റെ അടുത്ത് ചെന്നിട്ട് ആ ഫാക്ടറിയിൽ വെച്ച് കണ്ട ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. സാറേ, ഞാൻ പറയുന്നത് കേട്ടാൽ സാറ് വിശ്വസിക്കില്ല. അവിടെ ഞാൻ കണ്ട രൂപമുണ്ടല്ലോ, എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സാധനത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ തണ്ടർബോൾട്ട് റോസ് പറയാണ്, അത് വേറെ ആരും ആയിരുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചു പോയ ബ്രൂസ് തന്നെയായിരുന്നു ആ രാക്ഷസൻ. എമിൽ ബ്ലോൺസ്കിയുടെ മനസ്സിൽ, എടോ കള്ളക്കിളവാ, എന്നെ കൊലക്കി കൊടുക്കാനാണോ താൻ അങ്ങോട്ട് വിട്ടത്? ദേ തന്തേ, വായിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ലച്ചാറ് ഞാൻ ഉണ്ടാക്കിയേനെ എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജോലി പോവല്ലോ, പട്ടിണിയാവുമല്ലോ എന്ന് ഓർത്ത് അതൊന്നും പറഞ്ഞില്ല. പക്ഷേ എമിൽ ബ്ലോൺസ്കിയുടെ മനസ്സിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഹൾക്കിനെ കണ്ട അയാൾക്ക് പേടിയായെങ്കിലും ആ പേടി അയാൾ ആസ്വദിച്ചു. അതായത് അയാൾക്കും ഹൾക്കിന്റെ പോലെ ആയി മാറണമെന്നുള്ള വലിയൊരു ആഗ്രഹം വരികയാണ്. അയാൾ തണ്ടർബോൾട്ട് റോസിനോട് ചോദിക്കുകയാണ്, സർ, ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, നത്തോലി പോലെ ഇരിക്കുന്ന ബ്രൂസ് എങ്ങനെയാണ് ഇത്ര വലിയ രാക്ഷസനായിട്ട് മാറിയത്? എങ്ങനെയാണ് അവൻ ഇങ്ങനെ ശക്തി കിട്ടിയത്? എനിക്കും അത് വേണമെന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടോ? തണ്ടർബോൾട്ട് റോസ് ആണെങ്കിൽ ഒരാളെ കിട്ടാൻ കാത്തുകയായിരുന്നു. എമിൽ ബ്ലോൺസ്കിയെ കൊണ്ട് തണ്ടർബോൾട്ട് ഒരു ലാബിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് സൂപ്പർ സോൾജർ എക്സ്പെരിമെന്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഈ സൂപ്പർ സോൾജർ സെറം നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന സിനിമയിലും കാണാൻ സാധിക്കും. അതിന്റെ കാര്യമൊക്കെ നമുക്ക് ആ മൂവിയിൽ നോക്കാം. തണ്ടർബോൾട്ട് റോസ് പണ്ട് താൻ ചെയ്ത എക്സ്പെരിമെന്റും ബ്രൂസ് ബാനറിന് മേലെ അതെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും അതുകൊണ്ടാണ് ബ്രൂസ് ബാനർ ഹൾക്കായി മാറിയതെന്നും ഒക്കെ പറയുന്നു. അപ്പോൾ എമിൽ ബ്ലോൺസ്കിക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, സാറേ, എൻ്റെ മേത്തും ഈ സെറം ഒന്ന് കുത്തിവയ്ക്കണം, എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഹൾക്കിൻ്റെ പോലെ ശക്തനാവാൻ പറ്റിയാൽ ഞാൻ എന്തായാലും ഹൾക്കിനെ തടയും. തണ്ടർബോൾട്ട് വീണ്ടും ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. എന്തായാലും എനിക്ക് സെറം പരീക്ഷിക്കാനായിട്ട് ഒരാളെ വേണം, ഇവന്റെ മേത്ത് പരീക്ഷിക്കാം. ഇതെങ്ങനെ വിജയിച്ചാൽ പിന്നെ എനിക്ക് ലക്കല്ലേ, ഒരുപാട് ശക്തിയുള്ള സൈനികരെ വാർത്തെടുക്കാമല്ലോ. എങ്ങനെ അവൻ തട്ടിപ്പോയാൽ തട്ടിപ്പോയി. അങ്ങനെ ആ സെറം എമിൽ ബ്ലോൺസ്കിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. ഈ സമയത്ത് നേരത്തെ ഹൾക്കായിട്ട് എങ്ങോട്ടോ പോയി മറിഞ്ഞ ബ്രൂസ് ഒരു കാട്ടിന് നടുക്ക് ഉറക്കമെനിക്കുകയാണ്. അവൻ കാട്ടിലൂടെ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അടുത്തൊരു റോഡ് കാണുകയാണ്. റോഡിലൂടെ ഒരു വണ്ടി വരുന്നു. ആ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ച് അവൻ നിർത്തുന്നു. താങ്കൾക്ക് എങ്ങോട്ടോ പോകേണ്ടതെന്ന് വണ്ടിയിലുള്ള ആൾ ചോദിക്കുന്നു. എങ്ങോട്ടാണെങ്കിലും മതി, എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് പുറത്തു കിടക്കാൻ സഹായിക്കുമോ എന്ന് ബ്രൂസ് പറയുകയാണ്. അങ്ങനെ ലിഫ്റ്റ് പിടിച്ച് ബ്രൂസ് നഗരത്തിലേക്ക് പോവുകയാണ്. മെക്സിക്കോയിലുള്ള തൻ്റെ ഒരു പഴയ ഫ്രണ്ടായിട്ടുള്ള സ്റ്റാനിൻ്റെ അടുത്തേക്കാണ് ബ്രൂസ് നേരെ പോകുന്നത്. കാരണം ബ്രൂസിൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, കിടക്കാനൊരു വീടോ പണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാനിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാൻ പറഞ്ഞു, മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതിന്റെ മോളിത്തെ റൂം വെറുതെ കിടക്കാണ്, നീ തൽക്കാലം അവിടെ താമസിച്ചോ. മാത്രമല്ല നിനക്കുള്ള വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഞാൻ തരാം. പിന്നെ ഒരു കാര്യം, ഇതൊരു പിസ്സ ഫാക്ടറിയാണ്, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് നാൾ പിസ്സ ഡെലിവറി ബോയ് ആയിട്ട് പോ, അപ്പം നിനക്കൊരു വരുമാന മാർഗ്ഗം ആവുമല്ലോ. ബ്രൂസ് അത് സമ്മതിക്കുന്നു. എന്നിട്ട് പിസ്സ ഡെലിവറി ചെയ്യാൻ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് ബ്രൂസിന് പോകേണ്ടി വന്നത്. അവിടെ ചെന്നപ്പോഴാണ് തൻ്റെ പണ്ടത്തെ കാമുകിയായിട്ടുള്ള എലിസബത്ത് റോസിനെ കാണുന്നത്. അതായത് തണ്ടർബോൾട്ട് റോസിന്റെ മകളായിട്ടുള്ള എലിസബത്ത് റോസ്. അന്ന് വിർജീനിയയിലെ ലാബിൽ വെച്ചിട്ട് ഹൾക്കായി മാറിയതിനു ശേഷം എല്ലാവരും ഇടിച്ചിടുന്നതിന്റെ കൂട്ടത്തിൽ എലിസബത്തിനെയും കൂടി ഇടിച്ചിട്ടിട്ടാണ് ഹൾക്ക് പോയത്. പിന്നെ ഇന്നാണ് ബ്രൂസ് എലിസബത്തിനെ കാണുന്നത്. പക്ഷേ ഇന്ന് എലിസബത്തിന്റെ കൂടെ അവളുടെ പുതിയ ബോയ് ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് ബ്രൂസിന് മനസ്സിലായി. ബ്രൂസ് പതുക്കെ അവിടെ നിന്ന് പിൻവലിഞ്ഞു. അതിനുശേഷം വേറൊരു സ്ഥാപനത്തിലേക്ക് പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് ബ്രൂസ് പോവുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റിനെ പതുക്കെ സോപ്പിട്ട് ഉള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ടിരുന്ന ഒരു കമ്പ്യൂട്ടർ എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ കമ്പ്യൂട്ടറിൽ മിസ്റ്റർ ബ്ലൂ ആയിട്ട് വീണ്ടും ബ്രൂസ് ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയുകയാണ്, സാർ, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മിസ്റ്റർ ബ്ലൂ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്റെ പുതിയ ബ്ലഡ് സാമ്പിൾ ഒന്നും ഇല്ല, നിന്റെ പുതിയ ബ്ലഡ് സാമ്പിൾ എനിക്ക് അയച്ചതാ, എന്നാലാണ് അതിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. പുതിയ ബ്ലഡ് സാമ്പിൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബ്രൂസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അന്ന് രാത്രി യാദൃശ്ചികമായിട്ട് എലിസബത്ത് റോസും അവളുടെ പുതിയ ബോയ് ഫ്രണ്ടും കൂടി പിസ്സ കഴിക്കാനായിട്ട് ബ്രൂസ് താമസിച്ചിരുന്ന പിസ്സ ഷോപ്പിലാണ് വരുന്നത്. പിസ്സ റെസ്റ്റോറൻറ്റിൽ വന്നവർ പിസ്സ ഓർഡർ ചെയ്തിട്ട് അവിടെ കാത്തിരിക്കാൻ തുടങ്ങുന്നു. ആ സമയത്താണ് ബ്രൂസ് വാതിൽ തുറന്നങ്ങോട്ട് കയറി വരുന്നത്. ബ്രൂസ് പെട്ടെന്ന് തന്നെ എലിസബത്തിനെ കണ്ട് പന്തം കണ്ട പേച്ചായുടെ പോലെ വാതിലടച്ച് പിന്നിലോട്ട് പോകുന്നു. എലിസബത്തും ഒരു മിന്നായ പോലെ ബ്രൂസിനെ കണ്ടു. എനിക്ക് തോന്നിയതാണോ എന്ന് എലിസബത്ത് ചിന്തിച്ചു. പിന്നെ തനിക്ക് വട്ടൊന്നുമില്ലല്ലോ എന്നോർത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബ്രൂസിനെ കാണാനില്ല. ബ്രൂസ് അവിടെ നിന്ന് നടന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പണ്ട് നല്ലൊരു ലവ് റിലേഷൻഷിപ്പിലായിരുന്ന ബ്രൂസും എലിസബത്തും വളരെയധികം സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും എലിസബത്ത് ബ്രൂസിനെ ഇപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബ്രൂസിനെ തന്നെയാണ് കണ്ടതെന്നുള്ള വിശ്വാസത്തിൽ എലിസബത്ത് കാർ എടുത്ത് മഴയത്ത് ഓടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഓടിച്ചോടിച്ച് പോയപ്പോഴാണ് വളരെയധികം അപ്രതീക്ഷിതമായിട്ട് ബ്രൂസിനെ അവൾ കാണുന്നത്. മഴയത്ത് നനഞ്ഞു കുളിച്ച് നടന്നു പോയിരുന്ന ബ്രൂസിന്റെ അടുത്തേക്ക് എലിസബത്ത് ഓടി ചെല്ലുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എലിസബത്തും ബ്രൂസും തമ്മിൽ എത്രമാത്രം ഇഷ്ടത്തിലാണെന്ന്. പിസ്സ ഷോപ്പിലെ കട്ടുറുമ്പാവുണ്ടെന്ന് കരുതിയിട്ടാണ് ബ്രൂസ് അവിടെ നിന്ന് നടന്നു പോയത്. അതേസമയം എലിസബത്തിന് ആ കട്ടുറുമ്പിനെ തന്നെ മതിയായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് ബ്രൂസിന്റെ പിന്നാലെ പോയത്. എന്നോട് ക്ഷമിക്ക് പറ്റി, ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു.
ഞാൻ ഒരിക്കലും നിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല, അതെന്റെ തെറ്റായിരുന്നു, എന്നോട് ക്ഷമിക്ക് എന്ന് ബ്രൂസ് എലിസബത്തിനോട് പറയുന്നു. ഈ ബെറ്റി എന്ന് വിളിക്കുന്നത് എലിസബത്തിനെ വിളിച്ചിരുന്ന വിളിപ്പേരായിരുന്നു ബെറ്റി. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ നിനക്ക് വേണ്ടി എന്ന് ബെറ്റി ബ്രൂസിനോട് ചോദിക്കുന്നു. ബ്രൂസിനൊന്നും കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വീണ്ടും ആ സോഫ്റ്റ്വെയറിൽ കൂടെ മിസ്റ്റർ ബ്ലൂവുമായിട്ട് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ ബെറ്റി സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അടുത്ത ദിവസം ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു. പക്ഷേ ബ്രൂസ് ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് മിസ്റ്റർ ബ്ലൂവുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മളുടെ തണ്ടർബോൾട്ടുകളും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എമിൽ ബ്ലോൺസ്കിയും ടീമുമായിട്ട് ഉടൻ അവിടേക്ക് എത്തുന്നു. അവിടെ ആ നേരത്താണ് ബ്രൂസും ബെറ്റിയും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. സോൾജേഴ്സ് തോക്ക് പിടിച്ച് ഓടിച്ചാടി വരുന്നത് കണ്ടിട്ട് ബെറ്റിയും ബ്രൂസും പേടിക്കുന്നു. ബെറ്റീനോട് അവിടെ സുരക്ഷിതമായിട്ട് നിന്നോളം പറഞ്ഞ് ബ്രൂസ് ഓടിപ്പോകുന്നു. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ എലി ഓടുന്ന പോലെയാണ് ബ്രൂസിന് ഓടാൻ കഴിഞ്ഞത്. കാരണം പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മതിൽക്കൂട്ടത്തിലേക്ക് അവൻ കയറുന്നു. ഈ നേരത്ത് എമിൽ ബ്ലോൺസ്കി അവിടേക്ക് വരുന്നു. എന്നിട്ട് സോൾജേഴ്സിനോട് പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് 2 ഗ്രനേഡ് എറി, അവന്റെ കാര്യം തന്നെ തീർക്കണം. അവർ പറഞ്ഞ പോലെ 2 ഗ്രനേഡ് എറിയുന്നു. 2 ഗ്രനേഡ് പൊട്ടുന്നതിന് മുമ്പ് ബ്രൂസ് കണ്ടതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റിയെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെറ്റിയെ അവർ വിടുന്നില്ല, മാത്രമല്ല അടിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ഉടനെ ഗ്രനേഡ് പൊട്ടി, അവിടെ പുക പടർന്നു. ബ്രൂസിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹാർട്ട് റേറ്റ് കൂടി, കയ്യിലെ വാച്ചിൽ പൾസ് 200-ന് മുകളിലായി. ഇനി നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹൾക്കഥ വീണ്ടും ബ്രൂസായി മാറി. ആദ്യം അവിടെ ഉണ്ടായിരുന്ന ചില്ലില് ഒരു പൊട്ടൽ മാത്രമാണ് അവർ കണ്ടത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചില്ലും കൂടി മുഴുവൻ പൊട്ടിച്ച് തകർത്ത് ഹൾക്ക് താഴേക്ക് ചാടി വന്ന ഒരൊറ്റ നിപ്പാണ്. ആ നിപ്പോടുകൂടി തന്നെ എല്ലാ സോൾജേഴ്സും വിറച്ചുപോയി. സോൾജേഴ്സ് പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന തോക്കിലുള്ള വെടിയുണ്ടയൊക്കെ ഹൾക്കിന്റെ മേത്തേക്ക് വെക്കാൻ തുടങ്ങി. പക്ഷേ ഹൾക്കിനുണ്ടോ വല്ലതും പറ്റുന്നു? വെടിയുണ്ടകളൊക്കെ ഹൾക്കിന്റെ ശരീരത്തിൽ തട്ടി തെറിച്ചു പോകുന്നതല്ലാതെ ഹൾക്കിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഹൾക്കിന് ദേഷ്യം കൂടി വരികയായിരുന്നു. ദേഷ്യം കൂടുന്തോറും ഹൾക്ക് വീണ്ടും ഭീകരനായി തിരികെയായിരുന്നു. മുളക് ചമ്മന്തിയാണോ തേങ്ങ ചമ്മന്തിയാണോ എന്നറിയില്ല, അവിടെ കണ്ണിൽ കണ്ടതൊക്കെ പിടിച്ച് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങി. സോൾജേഴ്സിനെയൊക്കെ പപ്പടം പൊടിക്കുന്നത് പോലെയാണ് പൊടിച്ചുകൊണ്ടിരുന്നത്. പട്ടാളക്കാരെടുത്ത് ജീപ്പിലേക്ക് എറിയുന്നു, ജീപ്പ് എടുത്ത് പട്ടാളക്കാരെ എറിയുന്നു. അങ്ങനെ ആകെ കൂടി അക്രമകാരിയായി തീർന്നു ആൾക്ക്. ആ സമയത്താണ് തണ്ടർബോൾട്ടുകളവൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, ഇറക്കട നമ്മളുടെ വെടിക്കെട്ട് ഐറ്റം. അത് പുതിയൊരു മെഷീനായിരുന്നു. ആ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമ റേസ് കൊണ്ട് ഒരാളെയല്ല, ഒരു വലിയ ജീവിയെ തന്നെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു മെഷീനായിരുന്നു. ഹൾക്കിനെ കൊല്ലാൻ അത് തന്നെ വേണമായിരുന്നു എന്ന് തണ്ടർബോൾട്ടുകളവൻ കരുതി. ഇതൊക്കെ കണ്ട് അന്ത വീട്ട് നിൽക്കുകയായിരുന്നു നമ്മളുടെ എമിൽ ബ്ലോൺസ്കി. എമിൽ ബ്ലോൺസ്കി ഹൾക്കിനെ തന്റെ പിന്നാലെ ഓടിപ്പിച്ച് കൊണ്ടുവന്നു. ആ സമയത്താണ് അവിടെ നിന്ന് ഗാമറൈസ് പുറപ്പെടുവിക്കുന്ന ജീപ്പ് വരുന്നത്. ഈ ഗാമറൈസ് ആദ്യം കൊള്ളുന്നത് എമിൽ ബ്ലോൺസ്കിയുടെ ശരീരത്തിലാണ്. പക്ഷേ അയാൾക്കൊന്നും പറ്റിയില്ല. സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ മരിച്ചു പോയനെ. എന്തുകൊണ്ടാണ് എമിൽ ബ്ലോൺസ്കിക്ക് ഒന്നും പറ്റാഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയോ? കാരണം അയാളുടെ ശരീരത്തിൽ മറ്റേ സൂപ്പർ സോൾജർ സെറം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് ശക്തിയും കൂടിയിട്ടുണ്ടായിരുന്നു, സ്പീഡും കൂടിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ ഗാമറൈസ് ബാധിക്കുന്നത് ഹൾക്കിന്റെ മേലേക്കാണ്. അവർ ഫുൾ പവറിൽ ആ ഗാമറൈസ് മുഴുവൻ ഹൾക്കിന്റെ മേലേക്ക് വിടുന്നു. ഗാമറൈസ് ആയതുകൊണ്ടായിരിക്കണം ഹൾക്കിന് പെട്ടെന്ന് വയ്യാതെയായി. ഹൾക്ക് എത്ര ശ്രമിച്ചിട്ടും എണിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഗാമറൈസിന്റെ അളവ് ഒരു പരിധി വിട്ട് കൂടിയപ്പോ ഹൾക്കിന് പിന്നെ വേറൊരു വഴിയുണ്ടായിരുന്നില്ല. ഹൾക്ക് ഒരൊറ്റ നോട്ടമാണ്. എന്നിട്ട് അടുത്ത് കിടന്നിരുന്ന ജീപ്പിന്റെ 2 മെറ്റൽ പീസ് എടുത്ത് ആ ഗാമറൈസ് പുറപ്പെടുവിക്കുന്ന സാധനത്തിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്നൊരു ലിമിറ്റ് എത്തിയപ്പോൾ ഈ ഇരുമ്പ് കഷ്ണം വെച്ചിട്ട് ഒറ്റ പ്ലാച്ച്. തണ്ടർബോൾട്ട് പറഞ്ഞ ആ വെടിക്കെട്ട് ആയതുകൊണ്ടല്ലോ അത് ചന്നം ഭിന്നം ചിതറിപ്പോയി. ഇനിയാണ് തമാശ. ഈ എടഞ്ഞ കൊമ്പനെ തളഞ്ഞു നോക്കട എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എടഞ്ഞു നിൽക്കുന്ന ഒരു കൊമ്പനായിരുന്നു നമ്മളുടെ ഹൾക്ക്. ഈ എമിൽ ബ്ലോൺസ്കി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, എന്തായാലും എൻ്റെ ശരീരത്തിൽ സെറോക്ക് കുത്തി വെച്ചതല്ലേ, അപ്പോൾ എനിക്ക് നല്ല ശക്തി വന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് നേരെ പോയി ഹൾക്കിൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, എടാ ഹൾക്കേ, നീ ഇത്രേ ഉള്ളൂ, ഞാൻ നിന്നെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്, നീ വലിയ ശക്തിമാനാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അയ്യേ, നീ ഇത്ര ഉള്ളല്ലേ? എന്താണ് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിനക്കിനെ തല്ലണോ? തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. ഹൾക്ക് തല്ലി നോക്കിയില്ല, ഹൾക്കൊന്ന് ചവിട്ടി നോക്കി. കാല് മടക്കി ഒരൊറ്റ ചവിട്ട്. ഹൾക്ക് അങ്ങോട്ട് പോയി ആരെ വേണമെങ്കിലും ഇടിക്കും. പക്ഷേ ഹൾക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ചവിട്ട് വാങ്ങാൻ ഒരു റേഞ്ച് വേണമടാ. ചവിട്ട് കൊണ്ടതിന് ശേഷം എമിൽ ബ്ലോൺസ്കി ചെറിയൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ചവിട്ട് കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറേ കിലോമീറ്ററുകൾ അകലേക്ക് ഇങ്ങനെ നിലത്ത് തട്ടി അവസാനം ഒരു മരത്തിൽ ചെന്ന് തട്ടി. സത്യം പറയാലോ, പാണ്ടിലോറിയുടെ അടിപ്പെട്ട തവളയ്ക്ക് പോലും ഇതിനേക്കാളും നല്ല അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എമിൽ ബ്ലോൺസ്കി ആ സെറം കുടിച്ചതുകൊണ്ട് ശരീരത്തിലെ എല്ലാ എല്ലും ഒടിഞ്ഞു നുറുങ്ങിയതല്ലാതെ വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ നേരത്താണ് അപ്രതീക്ഷിതമായിട്ട് ഏതോ ഒരു മണ്ടൻ സോൾജർ അവിടെ വന്ന് ബോംബിടുന്നത്. ആ സ്ഥലത്ത് ബെറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഹൾക്ക് ഉടനെ ബെറ്റിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചു വെച്ചു. അവിടെ ഫുള്ള് തീ പടർന്നു. ബെറ്റിയുടെ ബോധം മറഞ്ഞു. ഹൾക്കിന് ആകെ കൂടി തണ്ടർബോൾട്ട് റോസിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നി. കൊടൂരമായ രീതിയിൽ അവരെയൊക്കെ ഒരു നോട്ടം നോക്കിയിട്ട് ബെറ്റിയെ കൊണ്ട് ചാടി മറഞ്ഞു.
കുറെ നേരം കഴിഞ്ഞ് ഹൾക്കിൽ നിന്ന് ബ്രൂസ് വീണ്ടും പഴയ പോലെയായി മാറുന്നു. ബ്രൂസിന്റെ ഈ പൾസ് കൂടിയാൽ ഹൾക്കായി മാറുന്ന പ്രോബ്ലം കൊണ്ട് ബ്രൂസിനും ബെറ്റിക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമായിരുന്നില്ല. അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി മെക്സിക്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. അവിടെയാണ് മിസ്റ്റർ ബ്ലൂവിന്റെ ലാബ് ഉണ്ടായിരുന്നത്. അയാളെ കണ്ടാൽ മാത്രമേ ഈ ഹൾക്കിന്റെ പ്രോബ്ലം മാറ്റാൻ പറ്റൂ. മിസ്റ്റർ ബ്ലൂവിന്റെ ശരിക്കുള്ള പേര് ഡോക്ടർ സാമുവൽ സ്റ്റെംസ് എന്നായിരുന്നു. സീൻ ചേഞ്ച് ആവുന്നു. തണ്ടർബോൾട്ട് റോസ് തന്റെ ഓഫീസിൽ ബാലരമ എന്തോ ഫയൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അയാളുടെ അസിസ്റ്റന്റ് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നു, സാർ, എമിൽ ബ്ലോൺസ്കി എണീറ്റിരിക്കുന്നു. അപ്പോൾ തണ്ടർബോൾട്ട്, എണീറ്റിരിക്കുന്നു? എന്തിനാ എണീറ്റിരിക്കുന്നത്? പോയി കിടക്കാൻ പറ. അങ്ങനെയല്ല പറഞ്ഞത്. തണ്ടർബോൾട്ട് റോസിനും അത്ഭുതമായി. അവനാ ചവിട്ടി കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അവനുള്ള റീത്ത് വരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവൻ ജീവനോട് വന്നെന്നോ? എങ്ങനെ പറ്റി? അപ്പോഴാണ് തണ്ടർബോൾട്ടിന് ഒരു കാര്യം മനസ്സിലായത്. ഇവന്റെ മേത്ത് ആ സെറം കുത്തിവെച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ സെറം വർക്ക് ചെയ്യുമല്ലേ? ഇതിപ്പോ ലാഭായല്ലോ. തണ്ടർബോൾട്ട് റോസ് നേരെ എമിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട്, എടാ മോനെ, നിനക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണമെങ്കിൽ വല്ല സയനൈഡോ അല്ലെങ്കിൽ ഒരു നല്ല കയറൊക്കെ മേടിച്ചു തന്നെ. വെറുതെ എന്തിനാണ് ആ ഹൾക്കിന്റെ മുന്നിൽ ചെന്ന് കയറി കൊടുത്തത്? എമിൽ ബ്ലോൺസ്കി ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണിൽ പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൾക്കിനോടുള്ള തീരാത്ത പക. കാരണം അമ്മാതിരി ചവിട്ടാണ് കിട്ടിയത്. ഈ സമയത്ത് ബെറ്റിയും ബ്രൂസും കൂടി മിസ്റ്റർ ബ്ലൂവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബ്ലൂ അവരെ കണ്ട ഉടനെ, ആരൊക്കെയോ വന്നേക്കണേ, ഇങ്ങോട്ട് കയറിയിരിക്കേ. അല്ല, നിങ്ങളൊക്കെ ആരാ? അപ്പൊ ബ്രൂസും ബെറ്റിയും അവരാരാണെന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് മിസ്റ്റർ ബ്ലൂവിന് കാര്യം മനസ്സിലായത്. വാവ്, നമ്മൾ ഇത്ര നാളായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാ, നമുക്ക് പെട്ടെന്ന് തന്നെ ആ സെറം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഉടനെ തന്നെ ബ്രൂസിനെ അവിടെ സ്ഥലത്ത് കെടുത്തിയിട്ട് ഈ മിസ്റ്റർ ബ്ലൂ ഉണ്ടാക്കിയ പുതിയ സെറം ഇൻജെക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്രൂസിനെ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുകയാണ്. പഴയതുപോലെ തന്നെ അയാളുടെ പൾസ് 200-ന് മുകളിലായി. പക്ഷേ ഈ പ്രാവശ്യം ഹൾക്കാവാൻ പോകുന്നുണ്ടെങ്കിലും ഹൾക്കായി മാറിയില്ല. എല്ലാവർക്കും സന്തോഷമായി. കാരണം ഹൾക്കിന്റെ പ്രോബ്ലം ഏകദേശം തീർന്നിരിക്കുന്നു. മിസ്റ്റർ ബ്ലൂ തന്റെ ലാബിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ബ്രൂസും ബെറ്റിയും അതുകൊണ്ട് ഞെട്ടിപ്പോയി. ഇതെന്തൊട്ടത് ഡ്രാക്കുള കോട്ടയാ? ബൈ ദ ബൈ മിസ്റ്റർ ബ്രൂസ്, ഇതാണ് നിങ്ങൾ കാലമായിട്ട് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്ന ബ്ലഡ് സാമ്പിൾസ്. ഇത് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കൊതുകുകളെ വളർത്തി വലുതാക്കുന്നത്. ഇത് വെച്ചാണ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറുള്ളത്. ബ്രൂസ് അയാൾക്ക് അപ്പോൾ തന്നെ താക്കീത് കൊടുക്കുന്നു. നിങ്ങൾ ഇതൊക്കെ കൊണ്ട് നശിപ്പിച്ച് കളയും. നമ്മളുടെ പ്രശ്നം ഏതായാലും ഏകദേശം സോൾവ് ആയില്ലേ. ഇനി രക്തമൊക്കെ ഇവിടെ വെച്ച ഒരു കുഴപ്പമുണ്ട്. എമിൽ ബ്ലോൺസ്കിയും ഇവളുടെ തന്തയും കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എൻ്റെ പവറാണ് വേണ്ടത്. അത് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നശിപ്പിച്ച് കളാം. അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു മയക്ക് വെടി ബുള്ളറ്റ് വന്ന് ബ്രൂസിന്റെ കഴുത്തിൽ കുത്തിയിരിക്കുകയാണ്. എന്തപ്പം ഉണ്ടായേ? കോവിഡ് വാക്സിനൊക്കെ ഇപ്പം ഇങ്ങനെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ബ്രൂസ് അപ്പ തന്നെ ബോധം കെട്ട് വീഴുന്നു. വെടിവെച്ചത് വേറെ ആരുമായിരുന്നില്ല, അത് എമിൽ ബ്ലോൺസ്കിയും ടീമുമായിരുന്നു. അവര് നേരെ വന്നിട്ട് ഈ ബെറ്റിയെയും ബ്രൂസിനെയും എടുത്തുകൊണ്ട് പോകുന്നു. സോൾജേഴ്സൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ മിസ്റ്റർ ബ്ലൂവിന്റെ അടുത്തേക്ക് എമിൽ ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പരിചയമുണ്ടല്ലേ? എന്നാൽ എനിക്കൊരു ആവശ്യമുണ്ട്. അത് ചെയ്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊല്ലും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് മിസ്റ്റർ ബ്ലൂ പറയുന്നു. അപ്പോൾ എമിൽ ബ്ലോൺസ്കി തൻ്റെ ആവശ്യം പറയുകയാണ്. എനിക്ക് ഹൾക്കിൻ്റെ പോലെ ആവണം, അല്ലെങ്കിൽ അവനേക്കാൾ മേലെ, അതുക്കും മേലെ ആവണം. എൻ്റെ പൊന്ന് സാറേ, ബ്രൂസിൻ്റെ DNA പോലെ അല്ല സാറിൻ്റെ DNA. ഞാൻ ഈ സാധനമൊക്കെ കുത്തിവെച്ച സാറ് രക്ഷപ്പെടുമോ മരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. ചെയ്യണമെങ്കിൽ ചെയ്തു തരാം, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. എമിൽ ബ്ലോൺസ്കി മിസ്റ്റർ ബ്ലൂവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കുന്നു. വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ മിസ്റ്റർ ബ്ലൂ അത് സമ്മതിക്കുന്നു. എന്നിട്ട് എമിലിനുള്ളിലേക്ക് ഒരു സെറം കുത്തിവെച്ച് കൊടുക്കുന്നു. അത് കുത്തിവെച്ച് കഴിഞ്ഞയുടൻ അവൻ്റെ ശരീരം വികസിക്കാൻ തുടങ്ങി. ഹൾക്കിൻ്റെ പോലെയല്ല, ഹൾക്കിനേക്കാളും മാരകമായിട്ട്. എമിലിൻ്റെ ശരീരത്തിൽ ഓൾറെഡി സൂപ്പർ സോൾജർ സെറം ഉള്ളത് കൊണ്ടാണ് അയാൾ മരിക്കാതിരുന്നത്. അങ്ങനെ അയാൾ അബോമിനേഷനായി മാറുന്നു. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ കണ്ടാൽ തന്നെ പേടിച്ച് ചാവുന്നത് പോലത്തെ ഒരു രൂപമായി മാറുന്നു. ഏകദേശം പല്ലിക്ക് തടി വെച്ചപ്പോൾ പുറത്ത് മുള്ളു കുത്തി നിർത്തിയത് പോലത്തെ ഒരു രൂപം. അബോമിനേഷൻ ഹൾക്കിനേക്കാൾ സൈസിൽ വലുതും അക്രമകാരിയുമായിരുന്നു. അബോമിനേഷനായി മാറിക്കഴിഞ്ഞ എമിൽ ബ്ലോൺസ്കിക്ക് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്ത് എൻ്റെ പോലെ ഞാൻ മാത്രം മതി. ഹൾക്കിനി വേണ്ട, ഹൾക്ക് എൻ്റെ മുന്നിൽ വരണം. എന്നിട്ട് അവനെ എനിക്ക് ചവിട്ടി അരച്ച് കൊല്ലണം. ഹൾക്കിനെ വരുത്താൻ വേണ്ടി അവനൊരു കാര്യം ചെയ്തു. നഗരം ഫുള്ള് നശിപ്പിക്കാൻ തുടങ്ങി. ഫുൾ നഗരം താറുമാറാക്കാൻ തുടങ്ങി. ഈ സമയത്ത് തണ്ടർബോൾട്ട് റോസ് ആണെങ്കിൽ ബ്രൂസിനെയും ബെറ്റിയെയും കൊണ്ട് മുകളിൽ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലമൊക്കെ ബ്രൂസും ബെറ്റിയും അയാളും കൂടി കാണുന്നു. മോനെ ബ്രൂസേ, പണി പാളി നട തോന്നണേ, തണ്ടർബോൾട്ട് റോസ് ബ്രൂസിനെ നോക്കി പറയുന്നു. അപ്പൊ ബ്രൂസ് പറയുന്നു, എടോ കിളവാ, അയ്യോ സോറി സർ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എടോ കള്ള തന്തേ, താൻ കാരണമല്ല ഇപ്പൊ ഇത്ര കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. താൻ കാരണം ഇപ്പൊ എത്ര നിരപരാധികളെ മരിക്കാൻ പോണേ. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, ഞാൻ ആൾക്കായിട്ട് പോയി അവനെ തടയണം. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ പോവുകയാണ്. തണ്ടർബോൾട്ട് റോസ് ഇത് സമ്മതിക്കുന്നു. ബെറ്റിയോട് യാത്ര പറഞ്ഞ് ബ്രൂസ് താഴേക്ക് ചാടുന്നു. ചാടുന്നതിൻ്റെ ഇടയ്ക്ക് പൾസ് കൂടി ഹൾക്കാവുമെന്നാണ് ബ്രൂസ് വിചാരിച്ചത്. പക്ഷെ നിലത്തെത്താറായപ്പോഴാണ് മനസ്സിലായത്, പണി പാളിയിട്ടാ.
അതായത് ബ്രൂസ് ഹൾക്കാവുന്നുണ്ടായിരുന്നില്ല, നേരെ ചെന്ന് റോഡ് പൊളിച്ചടിയിലേക്ക് വീഴുന്നു. അങ്ങനെ തലയിലേറ്റ ക്ഷതം കാരണം ബ്രൂസ് മരിക്കുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പറ്റിച്ചതാ, ഹൾക്ക് അങ്ങനെയൊക്കെ ചാവുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹൾക്കാരാ മോൻ. ചുറ്റും ഫുൾ കോലാഹലം. ആ സമയത്ത് ബ്രൂസ് വീണ് കിടന്നിരുന്ന റോഡിലെ ആ ചെറിയ കുഴിയിലേക്ക് ക്യാമറ ഫോക്കസ് ആവുന്നു. ആ സിമന്റ് കട്ടകളിൽ ചെറിയൊരു അനക്കം വരികയാണ്. പെട്ടെന്ന് ഒരു മാരകമായിട്ടുള്ള കൈ അതൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് മുകളിലേക്ക് വരുന്നു. ബ്രൂസ് വീണ്ടും ഹൾക്കായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൾക്കായി മാറുക എന്ന് പറയുന്നത് ബ്രൂസിന്റെ DNA തന്നെയുള്ളൊരു കാര്യമാണ്. അതങ്ങനെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ നടന്നത് ഒരു 1.5 ഫൈറ്റായിരുന്നു. രാക്ഷസനും തമ്മിലുള്ള ഫൈറ്റ്. അതായത് ഹൾക്കും അബോമിനേഷനും തമ്മിലുള്ള ഫൈറ്റ്. എനിക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റുകളിലൊന്നാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല. ഹൾക്ക് ഒരു ബസ് എടുത്ത് അയാളുടെ മേത്തേക്ക് എറിയുന്നു. അയാൾ ബസ് വലിച്ചു കയറി 2 കഷ്ണമാക്കിയിട്ട് ഹൾക്കിന്റെ തലക്കടിക്കുന്നു. 2 പേരും കൂടി ഒരുമിച്ച് ഫ്ലാറ്റുകളുടെ മുകളിൽ കൂടെ ചാടി പോകുന്നു. ഒരാൾ മറ്റേയാളെടുത്ത് നിലത്ത് കൊട്ടുന്നു. നിലത്ത് കിടന്ന ആൾ കാലുകൊണ്ട് മറ്റേയാളെ തൊഴിച്ചിടുന്നു. കാറുകൾക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ് പറിച്ചെറിയുന്നത്. അങ്ങനെ ഒരുപാട് ഫൈറ്റ് നടന്നു. പക്ഷെ അബോമിനേഷൻ ഹൾക്കിനേക്കാൾ സൈസിൽ വലുതായതുകൊണ്ട് ഹൾക്കിന് അവനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് അബോമിനേഷൻ ഹൾക്കിനെ എടുത്ത് ഒരു ഒറ്റ ഏറ്. ഈ സമയത്ത് വെറുതെ ഹെലികോപ്റ്ററിൽ ഇരുന്നാൽ മതിയായിരുന്ന തണ്ടർബോൾട്ട് എന്താ ഹെലികോപ്റ്ററോടെ അടിയിലേക്ക് വന്ന് അബോമിനേഷനെ വെടിവെക്കാൻ നോക്കുന്നു. ഹൾക്ക് നേരെ ചെന്ന് ഇടിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഹെലികോപ്റ്ററിന് മുകളിലാണ്. ഹൾക്കും ഹെലികോപ്റ്ററും കൂടി താഴേക്ക് വീണു. താഴെ വീഴുന്നതിൻ്റെ ഇടയ്ക്ക് ഹെലികോപ്റ്ററിന്റെ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്ക് പൊട്ടി അതിൽ നിന്ന് മുഴുവൻ പെട്രോള് നിലത്ത് പടരുന്നു. എവിടെ നിന്നോ വന്ന ഒരു തീപ്പൊരി അതിൽ ഫുള്ള് തീ പരത്താൻ നോക്കുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. അങ്ങനെ ബെറ്റിയും അവളുടെ തന്തയും മരിക്കാൻ പോവുകയായിരുന്നു. ഹൾക്കിന് ഒരു ഐഡിയ തോന്നി. ഐഡിയ എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്ത് അത് മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഹൾക്ക് അവന്റെ 2 കൈയും വളരെ വേഗത്തിൽ തമ്മിൽ കൂട്ടിയ ഒരു ഒറ്റ അടി. അതിൽ നിന്ന് വന്ന കാറ്റും വായുതരംഗങ്ങളും കാരണം ആ തീ അങ്ങനെ തന്നെ കെട്ടുപോയി. അങ്ങനെ ബെറ്റിയും തന്തയും രക്ഷപ്പെടുന്നു. ഈ സമയത്ത് അബോമിനേഷൻ കിട്ടിയ അവസരം മുതലാക്കി. അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു 1.5 ടൺ വെയിറ്റ് വരുന്ന ഒരു ചെയിൻ എടുത്തിട്ട് കറക്കി ഹൾക്കിനെ അടിച്ചു മലർത്താൻ വരുന്നു. ഹൾക്കിന് എല്ലാം കൊണ്ടും മതിയായിട്ടുണ്ടായിരുന്നു. അവന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടി. അവൻ 2 കൈയും എടുത്ത് നിലത്തൊരൊറ്റ ഇടി. അവിടെ ചെറിയ തരത്തിലൊരു ഭൂമികുലുക്കം തന്നെ ഉണ്ടായി. അതിനിടയ്ക്ക് റോഡ് വിണ്ട് കീറാൻ തുടങ്ങി. അടി തെറ്റിയാൽ അബോമിനേഷനും വീഴും. അതുപോലെ തന്നെ അബോമിനേഷന്റെ അടി തെറ്റി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ചങ്ങല അവന്റെ തലയിലേക്ക് തന്നെ വന്ന് വീഴുകയാണ്. കുറച്ചു നേരത്തേക്ക് അബോമിനേഷന്റെ ബാലൻസ് പോയി. ഹൾക്ക് ഈ അവസരം പാഴാക്കിയില്ല. നേരെ വന്ന് ആ ചെയിൻ എടുത്ത് അവന്റെ കഴുത്തിൽ ചുറ്റി പിടിക്കുന്നു. അത് ചുറ്റി പിടിച്ച് അബോമിനേഷനെ കൊല്ലാറാക്കി. അബോമിനേഷന്റെ കണ്ണിന്റെ ഉണ്ടകൾ വരെ പുറത്തു വരാറായി. അവസാനം അബോമിനേഷൻ സുല്ലു പറയുന്നു. അതായത് അബോമിനേഷൻ തോൽവി സമ്മതിച്ച് തളർന്നു കിടക്കുന്നു. ഹൾക്കിന് ദേഷ്യം സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അബോമിനേഷനെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ദേഷ്യത്തിൽ ഒരൊറ്റ അലറൽ. അവിടെ കൂടി നിന്നവരൊക്കെ ഭയന്നുപോയി. ബെറ്റിയും ഹൾക്കും പരസ്പരം വിഷമത്തോടെ നോക്കുന്നു. പക്ഷെ ഹൾക്ക് അധിക നേരം അവിടെ നിന്നില്ല. കാരണം ഹൾക്കിന് ഏകദേശം മനസ്സിലായി, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇനി ഹൾക്കായി തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. ഹൾക്ക് വിഷമത്തോടെയാണെങ്കിലും ബെറ്റിയെ വിട്ട് അവിടെ നിന്ന് ചാടി മറിയുന്നു. 6 മാസങ്ങൾ കഴിയുന്നു. ബെറ്റിയും അവളുടെ തന്തയായിട്ടുള്ള തണ്ടർബോൾട്ട് റോസും സമാധാനത്തോടെ ജീവിക്കുകയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു സ്ഥലത്ത് ബ്രൂസ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് അവിടെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വട്ടം ഒരു വ്യത്യാസമുണ്ട്. ബ്രൂസ് തൻ്റെ ഉള്ളിലെ ഹൾക്കിനെ കളയാനുള്ള ശ്രമങ്ങളൊക്കെ വിട്ടു. ഇപ്പോൾ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിലെ ഹൾക്കിനെ നിയന്ത്രിക്കാനാണ്. ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ അവസാനത്തെ സീനുകളിൽ ഒരു ബാറിലിരുന്ന് നമ്മളുടെ തണ്ടർബോൾട്ട് തന്ത അടിച്ച് പാമ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളുടെ ഹീറോ ആയിട്ടുള്ള അയൺ മാൻ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് തണ്ടർബോൾട്ടിനോട് ചോദിക്കുന്നു, ഏത് ബ്രാൻഡ് അടിച്ചുകൊണ്ടിരിക്കണേ? ആനമൈക്കി? അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് നിങ്ങളുടെ സൂപ്പർ സോൾജേഴ്സിന്റെ സേവനം ആവശ്യമായിട്ട് വരും. അപ്പോൾ പാമ്പായിരുന്ന തണ്ടർബോൾട്ട് റോസ് ചോദിക്കുന്നു, അതിന് നീ ഏതാ? നിനക്ക് എന്തിനാടാ സൂപ്പർ സോൾജേഴ്സിനെ വേണ്ടേ? അപ്പോൾ ടോണി സ്റ്റാർക്ക് പറയുന്നു, ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അതിൻ്റെ പേര് അവെഞ്ചേഴ്സ് ഇനിഷ്യേറ്റീവ് എന്നാണ്. ചിത്രം ഇവിടെ തീരുകയാണ്. നമ്മളുടെ എക്സ്പ്ലനേഷനും ഇവിടെ തീരുകയാണ്. ഇന്നത്തെ എക്സ്പ്ലനേഷൻ അല്പം ബോറായി എന്നെനിക്ക് സംശയമുണ്ട്. ബോറായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മൂവി ഗ്രൂപ്പ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോഴാണ് നോം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കൂ. മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? അപ്പോൾ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.